നിർത്തൂ. ഞാൻ നദിയിലിറങ്ങി കൈയും മുഖവും കൈയിട്ട് വരാം. ഉത്തരവ് കുമാരി. നീലാംബുജങ്ങൾ വിടർന്നു നീലാരവിന്ദായതാക്ഷിയെ തേടി. നിങ്ങൾ ഒരു പാട്ട് കേൾക്കുന്നില്ലേ? ഇല്ലല്ലോ കുമാരി, ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്ക്. അത് കാട്ടുകിളിയുടെ ശബ്ദമല്ല കുമാരി. ആ കേൾക്കുന്നതോ? എങ്കിൽ കാട്ടുചോലയുടെ ചിരിയാണ്. നിങ്ങൾക്കൊന്നും അറിയില്ല. വരൂ. കുമാരി, നിങ്ങൾ കോസല രാജധാനിയിലെ മത്സരങ്ങളിൽ വിജയിച്ചത് നിങ്ങളല്ലേ? അതെ. നിങ്ങളുടെ പേര്? സത്യവാൻ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ വെള്ളം കോരിക്കൊണ്ട് പോകുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞാലോ? വിറക് വെട്ടും. നിങ്ങൾ കുമാരിയെ വെള്ളം കുടിപ്പിച്ചെന്തിന്? ദാഹമുണ്ടെന്ന് അറിയിച്ചതുകൊണ്ട് ഒഴിച്ചു കൊടുത്തു. നിങ്ങളുടെ താമസം ദാ ആ കാണുന്ന ആശ്രമത്തിൽ. ഓഹോ, അപ്പൊ വനവാസിയാണല്ലേ? നിങ്ങൾ ഞങ്ങൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമുക്ക് മടങ്ങിപ്പോയിക്കൂടെ കുമാരി? ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ സാവിത്രി. കുമാരി, കുമാരി ആരാണെന്നുള്ളത് മറന്നുപോയി. വരൂ. ഇനി യാത്ര തുടർന്നുകൂടെ കുമാരി? ഇനിയൊരൽപ്പം വൈകിയാലും തിരക്കേടില്ല. പുറപ്പെട്ട കാര്യം സാധിച്ചില്ലേ? കുമാരി സ്വയംവരത്തിനു വേണ്ടിയാണ് പുറപ്പെട്ടത്. സ്വയംവരം കഴിഞ്ഞു. സ്വയംവരം കഴിഞ്ഞെന്നോ? അതോ കാട്ടിൽ മരം വെട്ടി ജീവിക്കുന്ന ഒരു സാധാരണക്കാരനെയാണോ എന്റെ മകൾ അവസാനം കണ്ടെത്തിയത്? എത്രയോ കൊട്ടാരങ്ങളിൽ പോയി, അവിടെ എങ്ങും അനുയോജ്യനായ ഒരു രാജകുമാരനെ കുമാരി കണ്ടെത്തിയില്ല. എല്ലാ രാജകുമാരന്മാരെക്കാളും അനുയോജ്യൻ ആ വിറവ് വെട്ടുകാരനാണെന്ന് എനിക്ക് തോന്നി. മോളെ മദ്രയിലെ മഹാറാണിയാകാനുള്ളവളാണ്. അതുകൊണ്ട് എന്റെ ഇഷ്ടം പറഞ്ഞുകൊടുന്നില്ലല്ലോ. എനിക്കിഷ്ടമുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് വിവരം ഇവിടെ അറിയിക്കാൻ വേണ്ടിയാണ് മന്ത്രിയോടൊപ്പം എന്നെ അയച്ചത്. എനിക്കിഷ്ടമുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി. ഇവിടെ വന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. വിവാഹം വേണമെന്ന് പറഞ്ഞ് ഞാൻ വന്നില്ല. അച്ഛനും അമ്മയും പറഞ്ഞത് അനുസരിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിനെ എന്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് വിവാഹമേ വേണ്ട. കാര്യം കഴിഞ്ഞില്ല. കുമാരി മറ്റൊരാളെ കണ്ടെത്തണം. അത് ശരിയാണോ അച്ഛാ? സ്വയംവരം ആവർത്തിക്കാനുള്ളതാണോ? അതൊരിക്കലല്ലേ പാടുള്ളൂ. ഞാനൊരാളെ സ്വയം വരിച്ചു. അത് നടന്നില്ലെങ്കിൽ ഞാൻ സഹിക്കും. പകരം മറ്റൊരാളെ കണ്ടെത്തില്ല. മരണം വരെ അത് നടക്കില്ല. മോളെ. കുമാരി, നീ കൊച്ചുകുട്ടിയാണ്. എന്നിട്ടും അച്ഛൻ എന്നെ സ്വയംവരത്തിനയച്ചു. ഇത് വാദിച്ച് ജയിക്കാനുള്ള കാര്യമല്ല. മോളെ തീരുമാനം തിരുത്തിയേ മതിയാകും. നാളെ മദ്ര ഭരിക്കേണ്ട മഹാറാണിയാണ് ഞാൻ.
വാക്കുമാറാതിരിക്കാൻ ഇന്നേ ഞാൻ പഠിക്കേണ്ടേ അമ്മേ? ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽ ഞങ്ങളെ കൊണ്ട് എത്തിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ സ്വയംവരത്തിന് വിടില്ലായിരുന്നു അല്ലേ? വിടില്ലായിരുന്നു എന്നുള്ളത് തീർച്ചയല്ലേ? ഏതായാലും അബദ്ധം കാണിച്ചത് നമ്മളാണ്. ഇനി പരിഹാരം കാണുകയെന്ന് വൃത്തിയുള്ളൂ. എന്ത് പരിഹാരം? കാട്ടിൽ വിറക് വെട്ടി ജീവിക്കുന്നവനെ കൊട്ടാരത്തിൽ കൊണ്ട് താമസിപ്പിക്കുക? വേണ്ടമ്മേ, ഞാൻ അദ്ദേഹത്തോടൊന്നിച്ച് കാട്ടിലേക്ക് പോയിക്കൊള്ളാം. സാവിത്രി ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ വരെ ആയ സ്ഥിതിക്ക് ഇനി ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ആ വിറക് വെട്ടിയെ കാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കൊട്ടാരത്തിന് അനുയോജ്യനായ ഒരാളായി മാറ്റുകയെ നിർവാഹമുള്ളൂ. മോക്ക് ആളിഷ്ടായോ? എന്നെ ആർക്കാണ് ഇഷ്ടമാകാത്തത്? ആ അലവനാഥ് വിദൂഷണ ശിരോമണിയാണ് ഈ ഇരിക്കുന്ന രക്തവ്യാപാരികൾ. രണ്ടുപേരും ഒരാൾ തന്നെ. ഞാൻ ഒരേ ദൈവത്തിന്റെ സൃഷ്ടികൾ. എന്തൊരു വേദാന്തം, എന്തൊരു വേദാന്തം! ഒരേ വേദാന്തം അവസാനിക്കുന്നതിന് മുൻപ് ഏകാമത്തെ കൊണ്ടുപോകും. അല്ല, ഈ രത്നവ്യാപാരം നടക്കുന്നത് ഒന്ന് നേരിട്ട് കാണാമല്ലോ എന്ന് കരുതി. ആരാണെന്ന് പറയൂ. ഞാൻ സത്യവാൻ, സാൽവരാജ്യം ഭരിച്ചിരുന്ന ധ്രുമൽസേന മഹാരാജാവിന്റെ പുത്രൻ. ഇത് അശ്വപതി മഹാരാജാവാണ്. നാം അച്ഛനെയും കുമാരനെയും കാണാൻ വന്നു. അച്ഛൻ അകത്തുണ്ട്. ആരാണ് കുമാരാത്? അകത്തേക്ക് വരാൻ പറയൂ. അപരിചിതരാണല്ലോ. അപരിചിതരോ? സ്വാഗതം. എന്റെ എളിയ ആതിഥ്യം സ്വീകരിക്കണം. ദേവി, കുമാരനെ വിളിക്കൂ. വേണ്ട, നാം അശ്വപതി രാജാവാണ്. അങ്ങേ കാണാൻ വന്നു. ചിരിക്കൂ. അശ്വപതി രാജാവെന്ന് പറഞ്ഞാൽ മദ്ര എന്ന രാജ്യത്തെ രാജാവ്. ഭദ്രരാജ്യത്തിലെ രാജാവ്. വന്ന കാര്യം, നമുക്കൊരു മകളുണ്ട്, സാവിത്രി. അവൾ അങ്ങയുടെ പുത്രനായ സത്യവാനെ സ്വയം വരിച്ചു. അവളെ പുത്രപത്നിയായി അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് നാം വന്നത്. സത്യവാൻ ആരാണെന്ന് അങ്ങേക്ക് അറിയാം? അറിയാം. അവിടുത്തെ പുത്രൻ. ആട്ടെ, നാം ആരാണെന്ന് അറിയാമോ? അങ്ങാരാണെന്ന് നമുക്കും നാം ആരാണെന്ന് അങ്ങേക്കും നന്നായി അറിയാമല്ലോ. അബദ്ധം. നാം സത്യത്തെ പരാശക്തിയായി കരുതുന്ന ദുമത്സേനാണ്. സാർവരാജ്യം ഭരിച്ച ദുമത്സേന. സത്യം പറഞ്ഞതിന് വൈശ്യന്മാരും ശത്രുരാജാക്കന്മാരും ചേർന്ന് നമ്മൾ നാടുകൾ വിധി വൈപരീത്യത്താൽ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് അവരെ എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞകാല സംഭവങ്ങളിലേക്ക് അവിടുത്തെ ചിന്ത പായാൻ പാടില്ല. അശ്വപതി രാജൻ നമ്മെ ഈ നിലയിലാക്കിയതിൽ അങ്ങയ്ക്കുമില്ലേ ഒരു എന്റെ മുഖത്ത് നോക്കാൻ അങ്ങയ്ക്ക് എങ്ങനെ ധൈര്യം വന്നു? അങ്ങനെ പറയരുത്. നമ്മുടെ അജ്ഞത കൊണ്ട് അങ്ങയുടെ ശത്രുവിനെ സഹായിച്ചിരിക്കാം. ശത്രുവിനെ സഹായിക്കുന്നവനെയും ശത്രുവാണെന്ന് എന്തേ കരുതാൻ? നാം ചെയ്ത തെറ്റിന് നമ്മുടെ പുത്രി ശിക്ഷ അനുഭവിക്കണോ? ശിക്ഷ നമ്മുടെ ധർമ്മമല്ല. പക്ഷേ കൊട്ടാരവും പള്ളക്കാരെയും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടില്ല. അങ്ങയുടെ ശത്രുവിനെ ആട്ടിയോട്ടിച്ച് സാർവരാജ്യം അങ്ങേക്ക് വീണ്ടെടുത്ത് തരുവാൻ നമുക്ക് കഴിയും. നാം അത് ചെയ്യും. ദുമത്സേനന്റെ വംശക്കാർ ഭിക്ഷ സ്വീകരിക്കുന്നവരല്ല. നമ്മുടെ പുത്രിക്ക് വേണ്ടിയാണ് നാം യാചിക്കുന്നത്. അത് ഒരു കന്യകയുടെ പിതാവിന്റെ കടമയാണ്. നമ്മുടെ പുത്രി സത്യവാനെ സ്വയം വരിച്ചുപോയി. സ്വയം വരിച്ചത് അങ്ങയുടെ മകളാണ്, നമ്മുടെ പുത്രനല്ല. സ്വയംവരത്തിലുള്ള അവകാശം പുരുഷനില്ല. വേദപ്രമാണം അതാണ്. അപ്പോൾ അങ്ങ് വിവാഹം എതിർക്കരുത്. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. നാം സത്യവാനോട് അഭ്യർത്ഥിക്കട്ടെ.
സത്യവാൻ യുബത്തേനന്റെ പുത്രനാണ്. അങ്ങേക്ക് പോകാം. അപ്പോൾ അശ്വപതി മഹാരാജാവ് നമ്മുടെ ശത്രുവിനെ സഹായിച്ചു. അതെ, അത് നിസ്സാരമായ കാര്യമാണ്. ശത്രുവുമായി ബന്ധം, നമ്മോട് അല്പമെങ്കിലും സ്നേഹമോ കൂറോ ഉണ്ടെങ്കിൽ ശത്രുപക്ഷം ചേരുമോ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ദേവേന്ദ്രന്റെ ഭാര്യ ദേവന്മാരുടെ ശത്രുവായ പുലമോന്റെ മകളാണ്. ഇനിയുമുണ്ടോ ഉദാഹരണം? ശ്രീ പാർവതിയുണ്ട്. പരമശിവൻ പരമശത്രുവായ ദക്ഷന്റെ മകളെ വിവാഹം ചെയ്തു. അപ്പോൾ കുമാരൻ തീരുമാനിച്ചു. ആട്ടെ, കുമാരൻ സാവിത്രിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അവളുടെ സ്വയംവരം കുമാരൻ അംഗീകരിച്ചു. എന്ത് വാഗ്ദാനം ചെയ്തു? ഒന്നുമില്ല, ആരെന്ന് മാത്രം ചോദിച്ചു. ശരി, അശ്വപതി മകളെ പിന്തിരിപ്പിച്ചേക്കും. കുമാരനും അത് മറന്നേക്കും. എല്ലാം മോളുടെ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. കഴിഞ്ഞതെല്ലാം മറന്നുകളയും മോളെ. അല്ലാതിനി മറ്റു മാർഗമൊന്നുമില്ല. ദൈവം മറ്റെന്തോ നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവനിശ്ചയം അനുസരിച്ച് തന്നെ തീരണം. ശരിയാണച്ച, ദൈവനിശ്ചയം അനുസരിച്ച് തന്നെ തീരണം. എന്റെ ഈ ജീവിതം അവിവാഹിതയായിട്ട് അവസാനിപ്പിക്കണമെന്നാണ് ദൈവനിശ്ചയം. ഞാനത് അനുസരിക്കും. ഇല്ലമ്മേ, മറിച്ചൊരു തീരുമാനം എനിക്കില്ല. ആശിച്ചത് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് ആശിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. എന്നിട്ടും നമ്മുടെ മകൾ രക്ഷപ്പെടാൻ ഭാവമില്ല. ഈശ്വര, സന്താനമില്ലെങ്കിലും ഉണ്ടെങ്കിലും ദുഃഖമാണ്.